ദേശനിവാസികളെ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം ഈ ദേശത്ത് ഘോഷിക്കുന്നു. ആരാണ് യേശുക്രിസ്തു? അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളിൽ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിച്ചത് എന്തിന് എന്ന് മാത്രമല്ല, സകല ജാതികളും അവൻ മടങ്ങി വരുമെന്നോർത്ത് ഭയവിഹ്വലതയോടെ കഴിയുന്നത് എന്ത്? അവിടുത്തെ വചനം പറയുന്നു, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പോലും ആ യേശുക്രിസ്തുവിന്റെ കോപാഗ്നിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ അവൻ മടങ്ങി വരുമ്പോൾ അവരുടെ എല്ലാ ആരാധനാ കാര്യങ്ങളും നരച്ചീറുകൾക്കും അവരെന്താണ് തകർന്നു പോകുന്ന മലയിടുക്കുകൾക്കും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഇതാ മലകളെ ഞങ്ങളുടെ മേൽ വീഴുവിന് കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണം അവനെ പറ്റി ആ യേശുക്രിസ്തുവിന്റെ നാമം ഘോഷിക്കുമ്പോൾ അനേകരുടെ ഹൃദയങ്ങളെ കഠിനമായിരിക്കുന്ന ഭീതിയിലേക്കും അനേകരുടെ ഹൃദയങ്ങളെ കഠിനമായിരിക്കുന്ന ഭീതിയിൽ നിന്ന് ആശ്വാസത്തിലേക്കും തിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവരും അല്പനേരം കേട്ടുകൊള്ളണമേ. നമ്മളെല്ലാവരും മരിക്കുമല്ലോ, തീർച്ചയായിട്ടും മരിക്കും. എന്നാൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചട്ടെ, മരിക്കും ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സത്യദൈവം ആരാണ്? നിങ്ങളുടെ പാപമോചനം സാധ്യമായോ? ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടിയോ? ഇത്യാദി കാര്യങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എണ്ണിയാൽ ഒടുങ്ങാത്ത വണ്ണം നിരവധിയായിരിക്കുന്ന മതവിശ്വാസങ്ങൾ ഭൂമിയിലുണ്ട്. ക്രിസ്തീയ മതം ഉൾപ്പെടെ യേശുക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. ഞങ്ങൾ പെരുന്നാട് പഞ്ചായത്തിന്റെ സകല ഇടവഴികളിലും നടവഴികളിലും പ്രസംഗിക്കുമ്പോഴും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികളാണ് ഞങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. ആകിയാൽ കേട്ടുകൊള്ളുവിൻ, ക്രിസ്തീയ മതവുമായിട്ട് ഇതിന് ബന്ധമില്ല. നോക്കുവിൻ, ഇത് ആരുടെയും ശത്രുത്വമല്ല. തകർന്നിരിക്കുന്നവരുടെ മനം പുതുക്കുവാനും തകർന്നിരിക്കുന്നവരുടെ ഹൃദയം പണിതെടുപ്പാനും യേശുക്രിസ്തുവിന്റെ വചനം മാത്രമേ ഉള്ളൂ. എന്റെ പേര് വിജയഗോപാൽ. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവനും എന്റെ അമ്മയപ്പന്മാര് കാണിച്ചു തന്നതും പറഞ്ഞതും എന്റെ സമൂഹം പറഞ്ഞതുമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ഉപദേശത്തിന്റെ മുമ്പിൽ വഴിത്തലയ്ക്കൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ഉപദേശമാരെ പരിഹസിച്ചും നിന്ദിച്ചും നടന്നവന് എങ്കിലും പ്രിയപ്പെട്ടവരെ, സാഹിത്യത്തിന്റെ തത്വജ്ഞാനത്തിന്റെ ഉന്നത ഭാവത്തിൽ നിന്നുകൊണ്ട് ഞാനാണ് ലോകത്തിലെ നല്ലവനെന്നുള്ളത് വിചാരിച്ചുകൊണ്ട് കടന്നുപോയ നാടുകള്. എന്നാൽ 2002 ഡിസംബർ 27 സന്ധ്യാസമയത്ത്, ഇന്നേക്ക് ഏതാണ്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു. അന്ന് രാത്രികാലം എന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാം. അന്ന് രാത്രികാലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തപ്പോഴേ ഞാൻ പരിഹസിച്ച ഒരു ഉപദേശം എന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ലജ്ജാപാത്രങ്ങളായിട്ട് നിൽക്കുകയാണ്. ദേശത്തോട് ഞങ്ങളെ ഓടിച്ചു കളയുന്നു. ഞങ്ങളെ ചിലരെന്താണ് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പിറുപിറുത്തുകൊണ്ട് കടന്നു പോകുന്നു. ചിലരെന്താണ് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചീത്ത വർത്തമാനങ്ങൾ ഞങ്ങളുടെ മേൽ പൊഴിയുന്നു. പ്രിയപ്പെട്ട, യഥാർത്ഥത്തിൽ നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഒരു ദേഷ്യവുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾക്ക് വെറുപ്പ്. ആകിയാൽ നോക്കുവിന്, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കണം. അത് അറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിപ്പാനും വേണ്ടെങ്കിൽ തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നിൽ വിശ്വസിച്ചവരോട് പറഞ്ഞു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ എന്നെ പ്രസംഗിക്കണം. എന്റെ നാമത്തിലുള്ള പാപമോചനം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും, ഇല്ലാത്തവർ നരകവിധിയിലേക്ക് പോകും. അതായത് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവം അതിനകത്ത് ഇടപെടത്തില്ല. എന്നാൽ പുത്രനുള്ളവർക്ക് ദൈവമുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് ദൈവമില്ല. നിങ്ങൾ മുമ്പേ കണ്ടുപോയതുപോലെ ക്രിസ്തീയ മതവുമായിട്ട് ഇതിന് ബന്ധമില്ല. ക്രിസ്തീയ മത പുരോഹിതന്മാർക്ക് ഞങ്ങൾ പ്രസംഗിക്കുന്ന പാപമോചകനായിരിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. യേശു ക്രിസ്തു നസ്രത്തിൽ വളർന്ന് 30 വർഷങ്ങൾക്ക് ശേഷം കാൽവറി അവൻ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് അവൻ ആ യെരുശലേമില് പാലസ്തീന്റെ തെരുവുകളിൽ പ്രസംഗിച്ച് കുരുടന്മാർക്ക് കാഴ്ചയൊക്കെയും കൊടുത്തുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് അവൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ മഹാരാജാവായിട്ട് മടങ്ങി വരുമെന്ന് വചനം പറഞ്ഞിട്ടും ഇന്നും ക്രിസ്തീയ മതവിശ്വാസികൾക്ക് യേശു ക്രിസ്തു ഉണ്ണിയാണ്. അവൻ ഇന്നും കയ്യിൽ വെച്ച് താരാട്ട് പാട്ടുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിരിക്കുന്ന മതവിശ്വാസം. ആകിയാൽ ഞങ്ങളെ അല്പനേരം കേട്ടുകൊള്ളുവിന്. അന്ന് ആത്മഹത്യയുടെ മുനമ്പിൽ വെച്ച് ഞാൻ പരിഹസിച്ച ഒരു ഉപദേശി, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ വിലയും നിലയുമില്ലാത്ത ഞങ്ങള്, നിങ്ങളുടെ മുമ്പിൽ പരിഹാസ വിഷയമായിരിക്കുന്ന ഞങ്ങള് എന്താണ് പ്രസംഗിക്കുന്നതെന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാതെ ഞങ്ങളെ അല്പം മുമ്പ് ആ ദേശത്ത് കണ്ടുപോകലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടെങ്കിൽ നിങ്ങളുടെ നന്മ, നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തന്നെ തല്ലിക്കെടുത്തിയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരത്തില്ല. മരിച്ച് മൺമറിഞ്ഞു പോയവരെ നിങ്ങൾക്ക് രക്ഷകനായിട്ട് വരികയുമില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. എന്ന് മാത്രമല്ല, ഇന്നേവരെ നമ്മൾ ചെയ്ത അനുവർത്തിച്ചു വന്ന മതഭക്തിക്ക്, അത് ഹിന്ദു മതമോ ക്രിസ്തീയ മതമോ ഇസ്ലാം മതമോ ആരുമായിക്കോട്ടെ, ഇന്നേവരെ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ വർഷവും എല്ലാ മാസവും ഇന്ന ദിവസം കൃത്യമായിരിക്കുന്ന ഓരോ വിധമായിരിക്കുന്ന വഴിപാടുകളും യാഗങ്ങളും ചെയ്യുന്ന
ചെയ്യുന്നില്ല, ശരിയല്ലേ? എല്ലാ വർഷവും കൃത്യമായിരിക്കും ദിവസത്തിൽ വാവ്, ശബ്ബത്ത്, മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തീയ മതവും ഹിന്ദു മതവും എല്ലാ മതവും ചെയ്യുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പാപമോചനം എവിടെ? പാപമോചനം എവിടെ? നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ നിങ്ങളുടെ മതഭക്തിക്ക് കഴിഞ്ഞു പോകും. രാഹുകാലത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടിയോ? ഇന്ന് കട തുറന്നപ്പോഴും രാഹുകാലം നോക്കിയില്ലയോ? നമ്മളൊരുവൻ മരിച്ചതിന് ശേഷം ബോഡി പുറത്തേക്ക് എടുക്കണമെങ്കിൽ പോലും രാഹുകാലം നോക്കണ്ടിയോ? എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം നമുക്ക് ഈ വർഷമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രത്യാശ നമുക്കില്ല. എന്നിട്ട് നമ്മൾ ഉന്നത ഭാവത്തോടുകൂടി നഗള ഹൃദയത്തോട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ട തെരുവോരങ്ങളിൽ വെല്ലുവിളിക്കുന്ന, തെരുവോരങ്ങളിൽ എന്താണ് മറ്റുള്ളവരെ പരിഹസിക്കുന്ന, ഞങ്ങളെ ഓടിച്ചു കളയുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വ്യാപരിക്കുന്ന ദുഃഖഛായി എന്താണ്? നിങ്ങൾ പുറമെ രാജാക്കന്മാരായിരിക്കാം, നിങ്ങളുടെ ഏകാന്തതയിൽ കഠിനമായിരിക്കും ദുഃഖത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് 25 തൊഴിലുറപ്പ് പദ്ധതിക്കാരായിരിക്കുന്ന സഹോദരിമാർ ഒരാഴ്ചയായിട്ട് അവരൊരു റബ്ബർ തോട്ടത്തിൽ കാട് പറിക്കുന്നു, കുഴിയെടുക്കുന്നു, മറ്റു വിധമായിരിക്കുന്ന വേലകൾ ചെയ്യുന്നു. ഇവരുടെ ചിരികളും പൊട്ടിച്ചിരികളും കൊണ്ട് ദേശം മുഖരിതമാണ്. ഒരിക്കൽ ഞാൻ ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ മഹാസന്തോഷവതികളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ ചോദിക്കുവാനുള്ള കാരണം? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതി എപ്പോൾ തീരും? അവർ പറഞ്ഞു 4 മണിക്ക് തീരും. ആ ആട്ടെ, 4 മണിക്ക് ശേഷം നിങ്ങൾ വീടുകളിലേക്ക് പോകുന്നത് കൂട്ടുകാരികളോട് ചേർന്നാണോ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ? അവർ പറഞ്ഞു, സഹോദരൻ ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ കൂട്ടുകാരികളുമായിട്ട് നിങ്ങൾ ആർത്തുല്ലസിക്കുന്നുണ്ടല്ലോ? ഉവ്. നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടാണോ ചിരിച്ചുകൊണ്ടാണോ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, അനേക സഹോദരിമാരുടെ കവിൾത്തടങ്ങൾ കൂടെ കണ്ണീർ തടങ്ങൾ ചാലിട്ടൊഴുകിയാണ്. അവര് പറഞ്ഞ, സഹോദര മരിച്ചാൽ മതി എന്നുള്ള അനുഭവത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വീട്ടിലെ അവസ്ഥ ഇതാണ്, മദ്യപാനിയായ ഭർത്താവ്, മറ്റു കുടുംബ പ്രശ്നങ്ങള്, മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങള്. പക്ഷെ ഞങ്ങൾ കൂട്ടുകാരികൾ ചേർക്കുമ്പോൾ മാത്രമാണ് ഹൃദയം തുറന്നു ചിരിക്കുന്നത്. ഈ സന്തോഷം ഇവിടെ കൊണ്ട് തീരും. 4 മണിക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ മരിച്ചാൽ മതി എന്നുള്ള ചിന്ത കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ തൊട്ട് മത നേതാക്കന്മാർ തൊട്ട് ഇവിടെ തെരുവോരങ്ങൾ അലയുന്ന യാചകന്മാർ തൊട്ട് ഉന്നതന്മാര്, പുരോഹിതന്മാർ എല്ലാവരുടെയും ഏകാന്തതയിൽ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മനോഹരമായിരിക്കുന്ന മട്ടുപ്പാവിൽ നീ താമസിക്കുന്ന സത്യം തന്നെ, മനോഹരമായിരിക്കുന്ന വില കൂടിയ ഗ്രാനൈറ്റ് പതിച്ച തറയിൽ നീ കാല് ചവിട്ടുന്നു, AC വെച്ച റൂമിൽ നീ എന്താണ് കുളിർമയിൽ വസിക്കുന്നു. എന്നിട്ട് നിന്റെ ഏകാന്തതയിൽ നിന്റെ ഹൃദയം നെരിപ്പോടുപോലെ കത്തുന്നത്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ് പ്രിയപ്പെട്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം, ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആശ്വാസമായിട്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മനുഷ്യൻ എന്നോട് വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു വചനത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശുക്രിസ്തുവിന്റെ വചനം എന്നോട് അവർ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ അസ്ഥികഷ്ണങ്ങളായിട്ട് മണ്ണിനടിയിൽ അടക്കപ്പെടുന്നവൻ മാത്രമല്ല, നാളെ ലോകാവസാന ദിവസം കല്ലറ വിട്ട് ഞാൻ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് എന്റെ എല്ലാ രഹസ്യങ്ങളെയും പാപങ്ങളെയും അവൻ ന്യായം വിധിച്ച് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നരകാഗ്നിയിലേക്ക് ഞാൻ എറിയപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമുണ്ട്. നമ്മുടെ ജീവിതം എത്ര സങ്കീർണമാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയ വിചാരങ്ങൾ എത്രമാത്രം ദുഃഖാകുലമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ഒരു ആശ്വാസത്തിന്റെ വഴി കണ്ടെത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആശ്വസിപ്പിക്കുന്ന ഒരു വചനം കണ്ടെത്തുവാൻ നമ്മൾ ആശിക്കുന്നില്ല. മതഭക്തിയിലും നികൃഷ്ടമായിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ നിൽക്കുന്നു. ഞാനൊരു ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ചതിന്റെ കാരണം എന്റെ അമ്മയപ്പനൊരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു. എന്റെ കൂടെയുള്ളവര് അവരെന്താണ് ക്രിസ്തീയ മതവിശ്വാസികളായിരുന്നു. ഇപ്പോഴല്ല, അവർ മതം തള്ളിക്കളഞ്ഞു. ക്രിസ്തീയ മതം അവർ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ ക്രിസ്തീയ മതത്തിൽ ജനിച്ചതിന്റെ കാരണം എന്താണ്? അവരുടെ അപ്പനും അമ്മയും ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു. നമ്മൾ ഇന്ത്യക്കാരായി നിന്ന് പാകിസ്ഥാനോട് തന്നെ യുദ്ധം ചെയ്യുന്ന എന്തുകൊണ്ട്? നമ്മൾ ഇന്ത്യക്കാരനായിട്ട്, നമ്മുടെ അപ്പനും അമ്മയും ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം നമ്മുടെ ജന്മം കൊണ്ട് ഒന്നും നേടിയില്ല. എന്നാൽ ദൈവം ഏതെങ്കിലും മതത്തിന്റെ ദൈവമാണോ? ഒരു നാളുമല്ല. ദൈവം ഏകനല്ലയോ? അവൻ സകല മനുഷ്യരുടെയും ദൈവമല്ലയോ? പ്രിയപ്പെട്ടവരെ, ആകാശത്തേക്ക് നോക്കുവിന് അവിടെ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. ആ ഏക സൂര്യനെ സൃഷ്ടിച്ചവനും സകല മനുഷ്യർക്കും ഭക്ഷണവും വായുവും വസ്ത്രവും വെള്ളവും എല്ലാം നൽകി കൊടുക്കുന്നവനും എന്നേക്കും ജീവിക്കുന്നവനുമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ നാമം അല്പനേരം ഞങ്ങൾ ഇവിടുന്ന് ഘോഷിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിന്. നിങ്ങൾ ഏത് ജാതി മതസ്ഥരായിക്കോട്ടെ, എത്ര ഉന്നതന്മാരായിക്കോട്ടെ, നിങ്ങൾക്കൊരു മരണമുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന് മുമ്പിൽ കണക്ക് തീർക്കണം. അവൻ മരിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വഴി അവൻ സത്യദൈവവും നിത്യജീവനും വീണ്ടും വരുന്നവനായതുകൊണ്ട് സകല മനുഷ്യരെ ന്യായം വിധിപ്പാൻ അധികാരമുള്ളവനായതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വേഗത്തിൽ ഞങ്ങളുടെ കർത്തവ്യം തീർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നോക്കുവിന് ഈ ഭൂമി ഇങ്ങനെ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോകുന്നത് എന്താണ്? ഈ ഭൂമി കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്താണ്? എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ദുഃഖങ്ങളും കണ്ണുനീരും
കണ്ണുനീരുകളും നിരാശകളും അപമാനങ്ങളും കൊലപാതകങ്ങളും മാത്രമല്ലാതെ ഭൂമിയിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? യുദ്ധം കൊണ്ട് ആരെന്ത് നേടി? ആരും നേടുന്നില്ല. നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് പറയും ഇറാൻ അനുകൂലികൾ പറയും ഇസ്രയേലിന്റെ ഇപ്പൊ തകർക്കണം, ഇസ്രയേൽ അനുകൂലികൾ പറയും ഇറാനെ അവരെന്താണ് മുച്ചൂട് മുടിപ്പിക്കുക. എന്തൊരു സന്തോഷമാണ് നമുക്കില്ലേ? ഇറാനിലേക്കോ അല്ലെ ഇസ്രയേലിലേക്കോ ഒരു ബോംബ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഒരു സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരു ബോംബ് ഇടട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽപ്പെട്ട് ചത്തുപോകട്ടെ, അപ്പോഴറിയാം യുദ്ധത്തിന്റെ സന്തോഷം എന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങാണ്ട് ഏതാണ്ട് നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. വെള്ളം പൊക്കിയതാണ് 100 കണക്കിന് പേര് ഒലിച്ചു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും ടി വിയിൽ കൂടെയും കാണുവാൻ നല്ല രസമാണ്. പക്ഷെ നിന്റെ വീട് ഒലിച്ചു പോകുമ്പോൾ നിന്റെ രസം എവിടെ പോകുന്നു? പ്രിയപ്പെട്ടവരെ, കരുണയുള്ളവരായിട്ട് തീരുവൻ, കരുണയുള്ളവരായിട്ട് തീരുവന്, മറ്റുള്ളവരുടെ വേദനകളെ പറ്റി ചിന്തിക്കുന്നവരായിരിപ്പന് ഞങ്ങൾ ആ ചിന്തയും കൊണ്ട് ഇറങ്ങി വന്നത്. അപ്പോഴെന്താണ്? ഒരിക്കൽ നമ്മൾ മരിക്കും, തീർച്ചയായിട്ടും മരിക്കും. മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയിലേക്ക് പോകുന്നു. മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. ദഹിപ്പിച്ച് കളഞ്ഞവരെല്ലാവരും ചാരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ലോകാവസാന ദിവസം നിങ്ങൾ എല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് ഇതേ രൂപത്തിൽ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. അവിടെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കാണത്തില്ല, ഒരു നാളും കാണത്തില്ല. അവൻ മാത്രം ദൈവമേകനല്ലയോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭൂമി കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ പറയും ദൈവമാണ് ഈ കഷ്ടങ്ങൾ തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളെ അനുവദിച്ചത് ദൈവമാണെന്ന് നമ്മൾ പറയും. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയുള്ളവനല്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളായിരിക്കും, നമ്മൾ നമ്മുടെ മക്കളോട് കരുണയുള്ളവനാണെങ്കിൽ സർവശക്തിയുള്ള ആ സത്യദൈവത്തിന് മനുഷ്യരോട് എന്തുമാത്രം കരുണയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഭൂമിയിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുവാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാമോ? മനുഷ്യന്റെ പാപമാണ്. യേശുക്രിസ്തു ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞു കേട്ടോ. നമ്മൾ പലപ്പോഴും പറയുന്നത് അയ്യോ ദൈവമാണ് കൊറോണ വിട്ടത്, അയ്യോ ദൈവമാണ് ഡാം പൊട്ടിച്ചത്, അയ്യോ ദൈവമാണ് എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിച്ച് തന്നത്. എന്റെ അമ്മ എന്നും കണ്ണുനീരോട് പറയും ചോർന്നൊലിക്കുന്ന പെരയ്ക്കകത്ത് പണ്ടത്തെ കാര്യമാണ്. ഭക്ഷണമില്ലാതെ ഒരു പാരസെറ്റാമോൾ മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ ആസ്മ രോഗിയായിരിക്കുന്ന അമ്മ ആ നനഞ്ഞൊഴുകുന്ന ചാണകത്തറയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയും മോനെ ഇതെല്ലാം വിധിയാണ്, നമുക്ക് അനുഭവിക്കാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമാരെന്ന് എന്റെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. നോക്കുവിൻ, പാപിയായിരിക്കുന്ന ഒരു കള്ളുകുടിയം പോലും തന്റെ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ആകാശ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മൾ കരയുന്നില്ലല്ല, നമ്മൾ സന്തോഷിക്കുന്നില്ല അത്ര പ്രിയം വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് നമ്മൾ കടന്നു പോകേണ്ടി വന്നത്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ആ പ്രഭുക്കന്മാരാണ്, രാജാവാണ്, രാജകുമാരന്മാരാണ്. ഈ ആൺമക്കൾ രണ്ടും അപ്പന്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്നു. 100 കണക്കിന് വേലക്കാര ഭവനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരേണ്ടുന്ന സ്വത്ത് ഇങ്ങ് തരണം എന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? സ്വത്ത് ഭാഗം ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം ഇളയ മകന് ന്യായമായിട്ടും കൊടുക്കേണ്ടത് കൊടുത്തു. അവൻ അതെല്ലാം വിറ്റ് അവൻ ദൂര ദേശത്തേക്ക് പോവുകയാണ്. അനേക കാതം അകലെ ചെന്നിട്ട് അവന്റെ സമ്പത്ത് മുഴുവൻ തിന്നും കുടിച്ചും ആനന്ദിച്ച് തീർത്ത് കളയാണ്. അവന്റെ കയ്യിൽ ഒരു ചെല്ലിക്കാശ് പോലും ഇല്ലാതെ അവൻ ദരിദ്രനായിട്ട് തീർന്നു. ആ ദേശത്ത് ക്ഷാമം വന്നിട്ട് അവനൊരു ജോലി അന്വേഷിച്ചപ്പോൾ അവനൊരു പന്നിക്കൂട്ടിലാണ് ജോലി കിട്ടിയത്. പന്നിയെ തീറ്റുന്ന ജോലി. എന്റെ പ്രിയപ്പെട്ടവരെ, നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റാത്ത പന്നി ഫാമിൽ അവൻ പന്നിയെ തീറ്റുന്ന ജോലി ഏറ്റെടുത്തു. അവൻ വിശന്ന് വലഞ്ഞിട്ട് ആ പന്നി തിന്നുന്ന ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഈ ഭക്ഷണം തിന്നുവാന് അവൻ കൊതിച്ചു. പക്ഷെ അതിന്റെ ഉടമസ്ഥൻ അവന് ആ പന്നിയുടെ ഭക്ഷണം പോലും കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രാജകുമാരൻ ഇന്ന് പന്നിക്കൂട്ടി കിടക്കുകയും ഇങ്ങനെ പന്നിയുടെ ഭക്ഷണം പോലും കിട്ടാതെ വലഞ്ഞതിന്റെയും കാരണം അപ്പനാണോ? അല്ല, അപ്പനെ വിട്ടുപോയതാ പ്രിയപ്പെട്ടവരെ ഇവന്റെ ദുഃഖത്തിന് കാരണമെങ്കിൽ. ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യനെ ഏകപുരുഷനെ സൃഷ്ടിച്ചു. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചില്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണ് കൊണ്ടൊരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതൊരു നിർത്തി ഒരേ ഒരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അവനിൽ നിന്ന് തന്നെ ദൈവം ഭാര്യയെ കൊടുത്തു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി തെറിയുവാന് അവനോട് ദൈവം കൽപ്പിച്ചു. അവന് വേണ്ടിയിട്ട് അത്ര എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്. ഉരകജാതികളെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യന് അതിന്റെ മേൽ വാഴുവാനാണ്, അതിന്റെ കീഴടങ്ങുവാനല്ല, അതിനെ ആരാധിക്കുവാനല്ല. മനുഷ്യന് വേണ്ടിയിട്ടത്രേ ഉരകജാതികളെ സൃഷ്ടിച്ചത്. എല്ലാ മൃഗജാതികളെയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടത്രേ. നിങ്ങളുടെ വീട്ടിൽ എന്ത് നിങ്ങൾ സ്വരൂപിച്ചാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് വേണം. ഈ കാണുന്ന സകല പ്രപഞ്ചഗോളങ്ങളും പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. അവസാനം മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച് അവനെ ഏദൻ പർദീസയിൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും വിദേശി ദൈവം, ഞങ്ങൾ ഇന്ത്യക്കാരാണ് സ്വദേശി ദൈവം. പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആളില് ഭൂമി സ്വദേശവും വിദേശവും മുതലായിരുന്നു ഒരൊറ്റ കരയാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂഖണ്ഡങ്ങളില്ലായിരുന്നു, ദ്വീപുകളില്ലായിരുന്നു, ഏഷ്യയും ആഫ്രിക്കയും ഇല്ലായിരുന്നു. ഒറ്റ രാജ്യവും ഒരു സമുദ്രവും. ഈ ഭൂമി ഇങ്ങനെ ഖണ്ഡങ്ങളായിട്ട് വേർപിരിയിട്ട് ദ്വീപുകളായിട്ട് മാറ്റപ്പെട്ടിട്ട് 4000 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. 4 കോടിയൊന്നുമായിട്ട് വെറും 4000 വർഷത്തെ ചരിത്രം. എന്നാൽ നോക്കി പ്രിയപ്പെട്ടവരെ, ആ ഏകകരയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതൊരു ദൈവം മനുഷ്യനെ നിർത്തുകയും ആ മനുഷ്യൻ പാപമില്ലാത്തവനും ദൈവത്തിന്റെ മകനും ദൈവത്തിന്റെ രൂപത്തിലുള്ളവനുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയണം. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴുന്ന എല്ലാ ഉരകജാതികളുടെ മേലും നിങ്ങൾ വാഴണം എന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചു.
എന്നാ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പാപം ചെയ്തു. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച് അവൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താന്റെ ഇഷ്ടം ചെയ്ത വഴി നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. മനുഷ്യൻ ദൈവത്തെ തള്ളി സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച് അവൻ പാപിയും നരകവിധിക്ക് യോഗ്യനും ദൈവത്തിന്റെ ശത്രുവുമായിട്ട് തീർന്ന് അവനെ സ്വർഗത്തിൽ നിന്ന് തന്റെ ഏതിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത്. ഒരൊറ്റ പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് ഭൂമിയിലുള്ള സകല ജാതി മതസ്ഥരും സൃഷ്ടിക്കപ്പെട്ടത്. വചനം അതുപോലെ പറഞ്ഞാൽ ഒരുവനിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോകമെങ്ങും കുടിയിരിപ്പാനായിട്ട് സൃഷ്ടിച്ചത്. ആ ഏക പുരുഷൻ ചെയ്ത പാപത്താല് ഈ സർവ്വഭൂമിയും നശിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും കണ്ണുനീര്, നിരാശകള്, എവിടെ നോക്കിക്കഴിഞ്ഞാലും യുദ്ധങ്ങള്, കോലാഹലങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം തകരുന്നു, വ്യക്തിജീവിതം പാപം ചെയ്ത് നശിച്ചു പോകുന്നു, പ്രത്യാശയില്ലാതെ കടന്നു പോകുന്നു. എന്നാൽ ദൈവമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ആ ദൈവമായിരുന്നു തിരിച്ചറിയാതെ നമ്മൾ സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് അതിന് നമ്മൾ സ്വന്തമായിട്ട് ആരാധനാക്രമങ്ങളെ സൃഷ്ടിച്ച് ദൈവമല്ലാത്തവരെ ഭജിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരും ലോകാവസാനത്തിൽ നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകുമ്പോൾ ദൈവമോ നമ്മളെ തള്ളിക്കളഞ്ഞു പോകും ഒരു നാളുമില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ കണ്ണുനീരോടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. അവൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് സമാധാനം തരുവാൻ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും മതപുരോഹിതന്മാര്, ഏതെങ്കിലും മതത്തിന്റെ ആളുകൾ, നിങ്ങൾ ക്രിസ്തീയ മതം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖവേളകളിൽ ഒരു ആശ്വാസവാക്ക് പറയാൻ ഒരുത്തൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പറ പ്രിയപ്പെട്ടവരെ. ഒരുത്തനും വന്നിട്ടില്ല. അവരെല്ലാം മടങ്ങി വരുന്നത് നമ്മുടെ മരണ ദിവസമാണ്. എന്താണ് ആചാരങ്ങൾ ചെയ്യാൻ, എന്താണ് മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ, മരണാനന്തര ശേഷക്രിയ ചെയ്യാൻ ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു മരിച്ചതിന് ശേഷം. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരാൻ ഒരുത്തനെയും കണ്ടില്ല. ഇത് നിങ്ങൾ കൊടി പിടിക്കുന്ന ജയ് വിളിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളും നിങ്ങളുടെ ആയുസ്സും സമ്പത്തും നഷ്ടപ്പെടുന്നത് എന്ത്? ഇവരാരെങ്കിലും നിന്റെ വേദനാ ദിവസം വന്നുവോ? ഇല്ല. അവനും വരുന്നത് നീ മരിക്കുമ്പോൾ. ഒരു രാഷ്ട്രീയ നേതാവ് നീ മരിച്ചു കിടക്കുമ്പോൾ വരും, ഉറപ്പായിട്ടും വരും. എന്താണ്? നിന്നെ 10 ആൾ അറിയുന്നവനാണ്. അവിടെ വന്ന് തന്റെ പാർട്ടിയും തന്നെ പറ്റി ഒന്ന് പരിചയപ്പെട്ടാൽ, അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടിയാൽ ഒരു മന്ത്രിയോ MLA ആയി കഴിഞ്ഞാൽ തനിക്ക് ശമ്പളവും തനിക്ക് മഹത്വവും കിട്ടും. അല്ല, നിന്നോടുള്ള സ്നേഹത്തിലാണ് ഒരു നേതാവ് വരുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ നിന്നെ സ്നേഹിക്കുന്നില്ല. ക്രിസ്തീയ പുരോഹിതന്മാർ ഉൾപ്പെടെ പറയാണ്, ഒരു നേതാവ് നിന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, യേശു ക്രിസ്തു എന്നാണ് നാമം. അതേ പ്രിയപ്പെട്ടവരെ, നീ പാപിയായിരിക്കുമ്പോൾ, ദൈവത്തിന് ശത്രുവായിട്ടിരിക്കുമ്പോൾ, നിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് ക്രൂശിൽ മരിച്ച ഈ യേശു ക്രിസ്തു അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ മരിച്ച യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ അവനെ ഏറ്റു പറഞ്ഞെങ്കിൽ അവൻ അന്ന് ഏറ്റു പറയും. നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ നിങ്ങളെയും തള്ളിക്കളയും. മറ്റൊരു പുരുഷൻ നിന്നെ സ്വീകരിപ്പാനില്ല. വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞ നമ്മുടെ പാപമാണെങ്കിൽ അവനിൽ പാപമില്ല, ദൈവത്തിൽ പാപമില്ല. പാപമുള്ളതൊന്നും ദൈവമല്ല പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ നമ്മുടെ പാപം തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പാപം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് മനുഷ്യരും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ പാപമോചനത്തിനായിട്ട് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ലോകാവസാനത്തിൽ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഇവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, ഇവനാൽ അത്രേ ഭൂമി ഉളവായി വന്നത്. നമ്മൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും ശ്വസിക്കുന്ന ഓരോ വായുവും ഓക്സിജനും അത് ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവനാൽ അത്രേ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് നമ്മൾ അവനെ നിഷേധിക്കുന്നതെന്ത്? ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ സൂര്യനെ നിഷേധിക്കണം. അവൻ സൃഷ്ടിച്ച യാതൊന്നും എനിക്ക് വേണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രൂപം തന്നത് ക്രിസ്തുവാണ്. നമ്മുടെ ശരീരത്തിലെ രക്തക്കൊടികൾ സൃഷ്ടിച്ചത് ദൈവമാണ്, ക്രിസ്തുവാണ്. എന്നിട്ട് നമ്മൾ അവനെ നിഷേധിച്ചുകൊണ്ട് ലോകത്തിൽ അടർന്നുഴലുന്നത് എന്ത്? എന്നാൽ നോക്കുവിന് ഇങ്ങനെ ലോകാവസാനത്തിങ്കൽ പാപത്താൽ മരിച്ചുപോയ നമുക്ക് പാപമോചനം നൽകി തരേണ്ടതിന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവൻ സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം സ്വയം ചുമലിലേറ്റി പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അതേ ദൈവം നീതിമാനാണ്, അവൻ ആരുടെയും മുഖപക്ഷം നോക്കുന്നവനല്ല. അവനെന്താണ്? എല്ലാ മനുഷ്യരും പാപിയാണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായതുകൊണ്ട് പാപികളായിരിക്കും നമുക്കൊരു പാപമോചനം നൽകി തരുവാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അല്പമെങ്കിലും തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ അവനിൽ പാപമില്ല. പാപമില്ലാത്ത ഒരു രക്തമുണ്ടെങ്കിൽ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ആ പാപമില്ലാത്ത രക്തം ഭൂമിയിൽ ചൊരിഞ്ഞിട്ടല്ലാതെ മനുഷ്യന് പാപമോചനമില്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ. അങ്ങനെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയും കണ്ടോ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഇതാ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേല് അവന്റെ ശരീരം മുഴുവനും പാപികളുടെ കരങ്ങളാൽ അടിയേറ്റ് തകർക്കപ്പെട്ട് അവന്റെ അസ്ഥികളിൽ നിന്ന് മാംസങ്ങൾ തെറിച്ചു പോയപ്പെട്ടവനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും അതിക്രമങ്ങൾ നിമിത്തം അടിയേറ്റവൻ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റവൻ, പാപമില്ലാത്തവന് അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവന് അവൻ എടുത്തുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട്
നമ്മുടെ പാപഭാരം ചുമന്നത് വഴി അതേ പാപത്തിൽ അവനെ ആണിയടിക്കേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ആയിപ്പോയതാ, ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ആയിപ്പോയതാ. ഞാൻ ആദ്യം തെളിയിച്ചല്ലോ, മറ്റൊരു കുലത്തിൽ ജനിച്ചാൽ നമ്മൾ ആ കുലത്തിൽ നിന്നുകൊണ്ട് ഈ കുലത്തെ ദുഷിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്നത് വഴി പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും പകരക്കാരനായിട്ട് അവൻ മരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ വ്യക്തിക്ക് വേണ്ടി, ഇനി ജനിക്കാനുള്ളവർക്ക് വേണ്ടിയും ജനിച്ചവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും ഇട്ടെല്ലാം അവൻ മരിച്ചു പ്രിയപ്പെട്ടവരെ. എന്നാൽ ആരത് വിശ്വസിക്കുന്നു? അവന്റെ ശരീരം അടിയേറ്റ് തകർക്കപ്പെട്ടു. അവൻ നമ്മുടെ പാപഭാരമായിരിക്കുന്ന മരക്കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യേ തൂക്കപ്പെട്ടു. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമോ? ആ ക്രൂശിലേക്ക് നോക്കിക്കേ, ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? അവന്റെ ഇടവും വല 2 കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുന്നു. അതിക്രമക്കാരോടുകൂടി അവനെ എണ്ണി എന്നുള്ള തിരുവചനത്തിനൊത്തവണ്ണം ഈ ലോകത്തിലെ മനോഹരമായിരിക്കുന്ന കാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് ആശ്വാസം. ഈ ക്രിസ്തുവിൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട്, ഈ ക്രിസ്തുവിൽ പാപമോചനമുണ്ട്, ഈ ക്രിസ്തുവിൽ എന്താണ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. നിങ്ങളുടെ ആത്മാവിന്റെ തൃപ്തി വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ആദം ചെയ്ത പാപത്താൽ നമ്മളോടുള്ള ദൈവത്തിന്റെ ശത്രുത്വം ഒടുങ്ങിപ്പോയിട്ട് ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ എന്താണ് ഒരു നിരപ്പ് വരികയാണ്. സ്വർഗവാതിൽ നമുക്ക് തുറക്കാണ്. ശത്രുത്വം മാറിപ്പോയിട്ട് മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് സ്വർഗവാതിൽ നമുക്ക് വേണ്ടി സൗജന്യമായിട്ട് തുറന്നിരിക്കുന്നു. ഒരു പുരോഹിതനും നിങ്ങളെ വഞ്ചിക്കല്ലേ, ക്രിസ്തീയ പുരോഹിതന്മാരുൾപ്പെടെ നിങ്ങളെ വഞ്ചിക്കല്ലേ. പൗരോഹിത്യൻ ദൈവം നീക്കിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം നീങ്ങിപ്പോയത് വഴി ഇനി യാഗം കഴിക്കുന്നവൻ കുറ്റക്കാരാണ്. ബലികളും നോയമ്പുകളും തീർത്ഥാടനങ്ങളും ചെയ്യുന്നവരെല്ലാവരും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. അതാണ് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മതങ്ങൾ ചെയ്ത ഒരു യാഗത്തിനും ഇന്ന് നമുക്ക് സമാധാനം തരുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വേദങ്ങളെ വർദ്ധിപ്പിച്ചതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് നമ്മൾ ക്രോധം ജനിപ്പിക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഒറ്റ കാര്യമേ ഉള്ളൂ, തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. മറ്റൊരു പ്രവൃത്തിയിലും ദൈവം പ്രസാദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രയൊക്കെ നിഷേധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരാ, തൊട്ടപ്പുറത്ത് ഞങ്ങളെ ഓടിച്ചു ദേശത്ത് കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉത്തരവാദിത്വം അവനേറ്റുള്ളൂ. ഞാൻ പറയട്ടെ, ഇത് ഭയങ്കരമാ. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമല്ലെന്ന് പറയാൻ ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? ആകാശത്തേക്ക് നോക്കി സൂര്യൻ എന്ന് പറയുവാൻ ആർക്ക് കഴിയും? എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു രാജാവായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ പുരോഹിതന്മാരും ഉൾപ്പെടെ സകല ജാതികളോടും കൽപ്പിക്കുന്നത് മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ പൊന്നും വെള്ളിയും എനിക്കെന്തിന്? ഇത് മുഴുവൻ എന്റെ കൈപ്പടിയല്ലയോ? മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും പാരമ്പര്യങ്ങളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പാൻ നിങ്ങൾ സ്നാനമേറ്റിട്ടല്ലാതെ പാപമോചനമില്ല. അവനോട് കൂടെ ക്രൂശിൽ മരിപ്പാൻ നിങ്ങൾ സ്നാനമേൽക്കണം. എല്ലാ മതത്തിലും സ്നാനം പറയുന്നുണ്ട്, എല്ലാം വ്യർത്ഥമായിരിക്കുന്ന സ്നാനങ്ങള്. ക്രിസ്തീയ മതത്തിലും സ്നാനം ഉണ്ടെന്നറിയാം. ജനിക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മറ്റൊരുത്തം പോയി വെള്ളം തിളപ്പിക്കുന്നത്, ഇതെല്ലാം പോഷത്വമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ശത്രുത്വം ജനിപ്പിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ സ്നാനമേറ്റപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ തരും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ ഉയർപ്പിച്ച് അതേ ആത്മാവിനെ നമുക്ക് തരും. എന്റെ പ്രത്യാശ എന്താ നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം പ്രിയപ്പെട്ടവരെ. ഞാനൊരു പാപിയായിരുന്ന മനുഷ്യനാണ്, എനിക്ക് പണം കിട്ടിയില്ല, എനിക്കെന്താണ് രോഗസൗഖ്യമോ അന്നുള്ളത് കിട്ടുന്നുണ്ടാവാം പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും പാപിയായിരുന്ന ഒരു മനുഷ്യനാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചത് വഴി ആ നന്ദി കൊണ്ടാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. ആ എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ, പരസ്യമായിട്ട് സ്തുതിക്കുന്നു. ആകിയാൽ നോക്കുവിന് ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് ഇങ്ങനെ സ്നാനമേറ്റ എന്റെ പ്രത്യാശ എന്തെന്നറിയാമോ? ഇന്ന് ഞാൻ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ അവനോട് കൂടെ ചിറക് വിരിച്ച് പറന്നു വരും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം സ്വർഗത്തിൽ വരണം. നിങ്ങളെല്ലാവരും ദൈവത്തോടു കൂടെ മരണമില്ലാത്തവരായിട്ട് ജീവിക്കണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തണം. മരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ പൊന്മുഖം കണ്ടുകൊണ്ട് പറന്നു പോകണം. ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം
ദിവസം അമ്മയപ്പന്മാരെ വിട്ടിട്ട് തന്റെ പ്രിയന്റെ മുഖം കണ്ടുകൊണ്ട് താൻ എങ്ങോട്ട് പോകുന്ന ഉറപ്പോടുകൂടി പിതൃഭവനെ വിടുമ്പോഴുള്ള ഹൃദയ സന്തോഷം പോലെ മരണ ദിവസം നിങ്ങൾക്കൊരു ഹൃദയാനന്ദം ഉണ്ടാകണം. ഇതാകുന്നു ഞങ്ങളുടെയും ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ നിങ്ങൾ ഇതിനെ വിട്ട് ഉന്നത പാപത്തിലും നഗര ഹൃദയത്തിലും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്ത പുരോഹിതന്മാരുടെയും നേതാക്കന്മാരുടെയും ചുവട് പിടിച്ചുകൊണ്ട് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ, ഈ ക്രിസ്തുവിനെ കൂടെയാണ് നിങ്ങൾ അടക്കപ്പെടുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടൊരു കാര്യം പറയാം. ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. അന്ന് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കും. നിങ്ങൾ പാപിയായിട്ട് അടക്കപ്പെട്ടാൽ പള്ളിയിലച്ഛനും തിരുമേനിയും പോലും പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. അവൻ നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും പാപങ്ങളെയും പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കുന്ന നരകത്തിയിലേക്ക് തള്ളിക്കളഞ്ഞാല് അന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാത്തത് കൊണ്ട്, കാലവും സമയവും ഇല്ലാത്തത് കൊണ്ട് ആ നരകത്തിൽ നമ്മളെ മടക്കി കൊണ്ടുവരുന്ന ഒരു പുരോഹിതന്മാരുടെ ധൂവപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. ഒരു പള്ളിയിലച്ഛൻ കല്ലറയിൽ കൊണ്ടിരിക്കാൻ പോയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കഷ്ടമേറ്റ് മരിച്ചത് എന്തിനാണ്? ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നപ്പോൾ എന്റെ മക്കളോ അനിന്ദ്രവന്മാരോ ചെയ്യുന്ന പിണ്ടാടിയങ്ങൾക്ക് എനിക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് എന്തിന്? ഞങ്ങൾ കഷ്ടമേറ്റി വേര് കൊണ്ട് പ്രസംഗിക്കുന്നതും നിന്ന് ഏൽക്കുന്നതും എന്തിന് പ്രിയപ്പെട്ടവരെ? അയ്യോ, നമ്മളെന്നാണ് ലജ്ജിച്ചു പോകും, നമ്മൾ നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പന്മാരെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ സത്യദൈവത്തിലായിരുന്ന ക്രിസ്തുവിലേക്ക് ചെവിതിരിച്ച് അവരിലുള്ള പാപമോചനം സൗജന്യമായിട്ട് നേടി അവനോടുകൂടുള്ള ദൈവ സാന്നിധ്യത്തില് സ്വർഗത്തിലേക്ക് എന്നേക്കും മാനസാന്തരപ്പെട്ട് ജീവിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.